വെൽക്കം ടു മൈ ചാനൽ പേൾ ആൻഡ് എമറാൾഡ്. ഇന്നത്തെ സ്പെഷ്യൽ പിലോപ്പിയാണ്. പിലോപ്പി ക്ലീൻ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. എക്സ്പേർട്ടിനൊന്നും ഡിഫിക്കൽട്ടല്ല. നമുക്ക് ഇത് വേണമെങ്കിൽ ആദ്യം അതിൻ്റെ ചെതുമ്പൽ ചെത്തിയെടുക്കാം. എനിക്ക് അത് ചെത്തിയെടുക്കാൻ നോക്കിയിട്ട് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഞാൻ ചെത്തിയെടുത്തില്ല. ചെത്താൻ ഞാൻ നോക്കി, പക്ഷേ വരുന്നുണ്ടായിരുന്നില്ല. ഞാൻ അതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡിലുള്ള ചിറകും വാലും തലയും ഒക്കെ കട്ട് ചെയ്ത് വയറെല്ലാം ക്ലീൻ ചെയ്തു. അതിനുശേഷം ആണ് ഞാനതിൻ്റെ തൊലി പീൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇങ്ങനെ ഇപ്പോൾ തൊലി കളയാതെ എടുത്താലും കുഴപ്പമില്ല. ചെതുമ്പിൽ കളഞ്ഞിട്ട് ഉരച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ചെതുമ്പിൽ കളഞ്ഞതാണ്. മറ്റേത് ഞാൻ നന്നായിട്ട് തൊലി കളഞ്ഞതാണ്. ആ തലയുടെ ഭാഗത്തു നിന്ന് തൊലി നമുക്ക് നൈസായിട്ട് അത് താഴോട്ട് വലിച്ചെടുക്കാം. അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ ഭംഗിയായിട്ടിരിക്കും. എനിക്ക് തൊലിയൊക്കെ മുഴുവനായിട്ട് കളഞ്ഞതിന് ശേഷം, അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, കളയണമെന്ന് കമ്പൽസറി അല്ല. എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് കളഞ്ഞു. എന്നിട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വൃത്തിയാക്കി എടുക്കാം. ഇത് കെട്ടിന്ന് പിടിച്ചുകൊണ്ടുവന്ന ഫ്രഷ് ആയിട്ടുള്ള പിലോപ്പിയാണ്. ഇന്നത്തെ പിലോപ്പി സ്പെഷ്യലാണ്. കുറച്ച് ഫ്രൈ ചെയ്യാം, വറക്കാം. പിലോപ്പി സാധാരണ മുളകും പുളിയിട്ടൊക്കെ കറി വയ്ക്കും. എന്നിരുന്നാലും അതത്ര ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് കൂടുതൽ ടേസ്റ്റി ആക്കുന്നത് തേങ്ങ വറുത്തരച്ച് കറി വെക്കുമ്പോഴാണ്. അപ്പം ഞാൻ വറക്കാനുള്ള കഷ്ണം ഇങ്ങനെ അത് പീസൊന്നും ആക്കുന്നില്ല, ജസ്റ്റ് വരഞ്ഞിട്ട് വറക്കാമെന്ന് വിചാരിച്ചു. ബാക്കി എന്തായാലും കറിയാക്കാൻ വേണ്ടി ചെറിയ ചെറിയ പീസാക്കി എടുക്കും. 5 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ ചെറിയുള്ളി, പെരിഞ്ചീരകം, അതുപോലെ കുറച്ച് ഉലുവ, ഇതൊക്കെ ഞാൻ ചേർത്തിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നല്ലൊരു കട്ടിയുള്ളൊരു പാൻ വെച്ച് കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് ആവശ്യമായ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ കുറച്ച് ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടാവും വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. തേങ്ങ വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കരിഞ്ഞൊന്നും പോകല്ല. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടാൽ മതി. സിമ്മിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അപ്പം കരിഞ്ഞു പോകത്തില്ല. അപ്പോൾ ഏതാണ്ട് ഇതിൻ്റെ കളർ മാറി ഒരു ഗോൾഡൻ ഷെയ്ഡിലോട്ട് വരുന്നുണ്ട്. ഇങ്ങനെ വന്നതിന് ശേഷം വേണം കുറച്ച് ഉള്ളി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അത് ജസ്റ്റ് അതിൻ്റെ ഒന്ന് കളർ ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. കുറച്ച് പെരിഞ്ചീരകവും കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്യണം. ചെറുതാക്കി അരിഞ്ഞ് കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കണം. ചെറിയൊരു പീസ് മതി. നന്നായി അത് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കുക. അതിനു മുമ്പേ നമ്മൾ നേരത്തെ എടുത്ത പെരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുത്തേക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. മല്ലിയും മുളകൊക്കെ ഒന്ന് ചൂടായാൽ മതി. ഓൾറെഡി തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തതാണ്. അപ്പം ജസ്റ്റ് ഇതും കൂടെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. തേങ്ങ വറുത്ത് വെച്ചത് തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ മിക്സി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകും. അതൊരു ടിപ്പാണ്. അപ്പം ഞാൻ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം, എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി അതിനകത്തോട്ട് അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ അരച്ച മിക്സിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ജസ്റ്റ് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ച് കൊടുത്തേക്ക്. അരപ്പിലോട്ട് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ശക്തമായിട്ട് ഇളക്കി മീനിനെ ഒന്നും പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതൊന്ന് മിക്സ് ആകാൻ വേണ്ടി മാത്രം ഞാൻ സ്പൂൺ കൊണ്ട് അങ്ങനെ ആക്കി കൊടുത്തതാണ്. ഇല്ലെങ്കിൽ ചട്ടി ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുത്താലും മതി. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഗ്രേവി ഒന്ന് എൻ്റെ കൺസിസ്റ്റൻസി ലെവലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തേങ്ങ അരച്ചിങ്ങനെ വെക്കുമ്പം അടച്ച് വെക്കേണ്ട, ഫുൾ ഫ്ലെയിമിൽ തന്നെ കിടന്ന് നന്നായിട്ട് തിളച്ചോട്ടെ. നന്നായി തിളച്ച് വരുമ്പം നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. കുടംപുളി ഞാൻ നേരത്തെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും തിളയ്ക്കാൻ വിടുക. ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. പുളി ഇട്ടതിന് ശേഷം കറി തിളച്ച് വരുന്നുണ്ട്. കറി നന്നായി തിളച്ച് കഴിയുമ്പം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വറുത്തരച്ച് വെക്കുന്നതുകൊണ്ട് നല്ല തിക്ക് ഗ്രേവിയാണ്. അതുകൊണ്ട് ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. ഇരിക്കുന്തോറും ടേസ്റ്റും ഉണ്ടാകും അതിന്. ഞാൻ ഇന്ന് എന്തായാലും ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ പിലോപ്പി തേങ്ങ വറുത്തരച്ച കറിയും പിലോപ്പി ഫ്രൈയും ആണ്. പെട്ടെന്ന് വീട്ടിൽ വരികയാണെങ്കിൽ ചോറ് കഴിച്ചിട്ട് പോകും. ഓക്കെ, ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.